വീണ്ടും ഇതാ മക്കളെ ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഈ പ്രാവശ്യം കസ്റ്റേർഡ് ഇല്ല കേട്ടോ. കസ്റ്റേർഡിന് പകരം നമ്മൾ കോൺഫ്ലവർ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഒരു പാക്കറ്റ് പാലിൽ 2 സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 സ്പൂൺ പാൽപ്പൊടിയും ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നന്നായി തിളക്കുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. തിളച്ചതിന് ശേഷം ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതാ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ബ്രെഡ് ഇതാ നമ്മൾ പുഡിംഗ് ട്രേയിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പാലിൻ്റെ മിക്സ് ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുക്കുക. നേരെ പകുതി മാത്രമേ ഒഴിച്ചെടുക്കേണ്ടതുള്ളൂ. അതിനുശേഷം നമ്മൾ എറോ റൂട്ട് ബിസ്ക്കറ്റാണ് ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എറോ റൂട്ട് ബിസ്ക്കറ്റും ഇതിലേക്ക് ചുറ്റുമായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം എറോ റൂട്ട് ബിസ്ക്കറ്റും കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇതാ പാലിൻ്റെ ബാക്കിയുള്ള മിക്സും കൂടി മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫിയോണ ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു സ്പൂണോളം, ഒരു വലിയൊരു സ്പൂണോളം നമ്മൾ അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്കൊന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആകുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം.